അപ്പൊ ഓണത്തിന്റെ ഓഫറിൽ എടുക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ വീണ്ടും നമ്മുടെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അതും ചെറിയ ബഡ്ജറ്റിൽ വന്ന ചെറിയ EMI ഒക്കെ ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റിയ നല്ല കിടിലൻ വണ്ടികൾ. 2021 മോഡലില് വെറും 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല 7 സീറ്റർ വണ്ടി കേട്ടോ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ സർവീസ് ബുക്ക് സ്പെയർ എല്ലാ സാധനങ്ങളും ഉള്ള നല്ല 7 സീറ്റർ വണ്ടി. AMT ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ വാഹനം വേറെ റീപ്ലേസുകളോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. അതുപോലെ ഡുവൽ ടോൺ ആണ് വരുന്നത്. ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഒക്കെ ഇന്റീരിയർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. മാക്സിമം നമ്മൾ ഷെയറും കാര്യങ്ങളെല്ലാം ചെയ്തുതരാം. കാരണം ഇന്റീരിയർ ഒക്കെ കാണിക്കാൻ നിന്ന് ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. അത് കസ്റ്റമറിന്, അതായത് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇന്റീരിയർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഷെയർ ചെയ്ത് തന്നേക്കാം. അതേപോലെ തന്നെ വെറും 6,45,000 ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ല 7 സീറ്റർ AMT ഓട്ടോമാറ്റിക് വണ്ടി ഇടാം. അതേപോലെ നല്ല കിഡിലൻ ലോ പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന നീറ്റ് ആയിട്ടുള്ള ഒരു പോളോ 2020 മോഡലിൽ തന്നെ സിംഗിൾ ഓണർ പോളോയാണ്. 1 ലിറ്റർ വണ്ടിയാണ്. ഏകദേശം 16 കിലോമീറ്റർ ഒരു മൈലേജ് കിട്ടുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള പെട്രോൾ വണ്ടി. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഡീസൽ പോലെ വേറെ മെയിൻ്റെനൻസ് വർക്കുകളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പേടിക്കാനില്ല. ഓയിൽ കാര്യങ്ങളൊക്കെ മാറി പക്കയായിട്ട് കൊണ്ടുവരുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി. ഇതിനകത്തും അവർ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സർവീസ് ബുക്ക് സ്പെയർ കീ അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ 4 പുത്തൻ അപ്പോളോയുടെ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന വണ്ടിയാണ്. ഫുൾ ലോണിന് പുറമെ ഒരു 10-25,000 കൂടുതൽ ലോൺ കയറ്റി നമുക്ക് ഈ വാഹനം ഇറക്കാം. വെറും 4,85,000 ബഡ്ജറ്റിലെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അതേപോലെ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള റെഡ് കളറിൽ തന്നെ സിംഗിൾ ഓണർ ഹുണ്ടായി i20 ആസ്ത വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2015 മോഡല് സിംഗിൾ ഓണറിൽ വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അലേവിയിലോ പുഷ്പട്ടൺ സ്റ്റാർട്ടിങ്ങോ ഓട്ടോ AC ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം തന്നെ കയറുന്ന നീറ്റ് ആയിട്ടുള്ള അത്യാവശ്യം വേണ്ട എക്സ്ട്രാ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഈ ഒരു വാഹനം ഫുൾ ഓണിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടാവും. വെറും 4,75,000 ബഡ്ജറ്റിൽ മാക്സിമം നമ്മൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ ലോണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ലോ EMI-യിലൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. മാക്സിമം കുറെ വണ്ടികളോട് നമ്മൾ ഇതിനകത്ത് കാണിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ മാക്സിമം കാണിക്കും. അതേപോലെ നല്ല ലോ കിലോമീറ്റർ ആയിട്ടുള്ള ഹോണ്ട സിറ്റി 2014 മോഡലില് സിംഗിൾ ഓണറിൽ വെറും 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി വെക്കുന്ന വണ്ടിയാണ്. സർവീസ് ബുക്ക് സ്പെയർ കീ കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഏകദേശം 90% അടുത്ത് 4 ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നുണ്ട്. അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയൊരു സെറ്റ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഈ ഒരു വാഹനം ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ 4,50,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഫുൾ ലോണിൽ ഇറക്കി കൊണ്ടുപോകാം. അതുപോലെ തന്നെ 20,000-30,000 കിലോമീറ്ററോടെ ഒരുപാട് വണ്ടികൾ നമ്മളിൽ സ്റ്റോക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. അതേപോലെ നല്ല നീറ്റ് ആയിട്ടുള്ള സെലേറിയോ വെറും 30,000 കിലോമീറ്റർ 2021 മോഡൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുതിയ വണ്ടിയുടെ പെർഫോമൻസിൽ ലോ കിലോമീറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക, അതും ചെറിയ പൈസ കിട്ടാം. ഫുൾ ഫിനാൻസിലൊക്കെ നമുക്ക് ഇറക്കിക്കൊണ്ടാൻ പറ്റുന്ന നല്ല ഫാമിലി യൂസ് കാർസ്. നമ്മുടെ വീട്ടിലെ ലേഡീസിന് ഉമ്മമാർക്ക് അച്ഛന്മാർക്ക് അമ്മമാർക്കൊക്കെ ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. എക്സ്ട്രാ നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സ്പെയർ കീ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ട് തന്നെ നല്ല പെട്രോൾ വണ്ടിയാണ്. നിലവിൽ വേറെ റീപ്ലേസ് വർക്കോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 2021 12 മാസത്തിലേക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. 4,25,000 ബഡ്ജറ്റിൽ ഈ വാഹനം ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത് ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയുണ്ട്. വേറെ ഓരോ അപാകത കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല. ഷോറൂം ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി. അതേപോലെ നല്ല 7 സീറ്റർ ലോ കിലോമീറ്റർ 2022 12 മാസത്തിൽ വെക്കണം. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതും വേറെ 30,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നിലവിൽ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി. റിവേഴ്സ് ക്യാമറ, എയർ ബാഗ്, അതുപോലെ സെൻട്രലൈസ് AC കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന നല്ല നീറ്റ് ആയിട്ട് ചെറിയ ബഡ്ജറ്റിലൊക്കെ 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 5,75,000 ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറിൽ വെക്കുന്ന വണ്ടി കേട്ടോ. വെറൈറ്റി കളറിലൊക്കെ നോക്കുന്ന 7 സീറ്റർ വണ്ടികളൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. അതുപോലെ നല്ല പെർഫോമൻസും 18 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന വണ്ടി ഫുൾ ഫിനാൻസിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം. നല്ല നീറ്റ് ആയിട്ടുള്ള ലോ പ്രൈസിൽ വേണം നല്ല ടാറ്റ നെക്സോൺ, അതും ഫുൾ ഓപ്ഷൻ വണ്ടി. 2020 മോഡലില് സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്. വേറെ റീപ്ലേസുകളോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. XZ പ്ലസ് കാറ്റഗറിയിൽ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് അലേവില് പുഷ്പട്ടൺ സ്റ്റാർട്ടിങ്, റിവേഴ്സ് ക്യാമറ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്ന വണ്ടിയാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 16 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതുപോലെ സീറോ മെയിൻ്റെനൻസിലൊക്കെ വന്നാൽ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി. വെറും 5,85,000 ബഡ്ജറ്റിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. സീറോ മെയിൻ്റെനൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നീറ്റ് ആയിട്ടുള്ള വണ്ടി. ഓട്ടോമാറ്റിക് കാറ്റഗറിയിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഗനർ കൂടെ നമ്മുടെ അവൈലബിൾ ആണ്. അതും AMT ഓട്ടോമാറ്റിക് 2018 ഡിസംബർ മോഡലിൽ DXi AMT ഓട്ടോമാറ്റിക് ആണ്. കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയൊരു വണ്ടിയാണ്. അത്യാവശ്യം ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
എക്സ്ട്രാ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ സീറോ മെയിൻ്റെനൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിടിലൊരു AMT ഓട്ടോമാറ്റിക് വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 4,75,000 ബഡ്ജറ്റിലെ ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. അതേപോലെ 7 സീറ്റർ വണ്ടി കൂടെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് 2014 ZXi ഫുൾ ഓപ്ഷൻ കാറ്റഗറിയിലേക്കാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു എർട്ടിക. വേറെ ക്ലെയിമുകളോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ചെറിയ മൈനർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് വിട്ട് നല്ല നീറ്റ് ആക്കിയാണ് വണ്ടിയാണ്. വേറെ ഡോറുകളോ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. നല്ല മെയിൻ്റെനൻസ് ഇല്ലാത്ത നല്ല ഫുൾ ഓപ്ഷൻ 7 സീറ്റർ വാഹനമൊക്കെ നോക്കുന്നവർക്ക്, അത് മാരുതി സെഗ്മെന്റിൽ തന്നെ 7 സീറ്റർ വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. അലേവിലും അതേപോലെ സെൻട്രലൈസ് AC, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ, കമ്പനി സ്റ്റീരിയോ അല്ല അഡീഷണൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നുണ്ട്. ഈ 4,90,000 ബഡ്ജറ്റിൽ നല്ലൊരു കിടിലൻ 7 സീറ്റർ ഇന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത് ഫുൾ ഓണിലൊക്കെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന മെയിൻ്റെനൻസ് പറഞ്ഞാൽ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. അപ്പൊ ഈ കാണിച്ച വാഹനങ്ങളിലൊക്കെ ഇന്റീരിയർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താണ് മാക്സിമം വീഡിയോസും കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് തരാം. കൂടാണ്ട് ഒരുപാട് ലോ ബഡ്ജറ്റിൽ തന്നെ ലോ EMI-യിലൊക്കെ എടുക്കാൻ പറ്റുന്ന നീറ്റ് ആയിട്ടുള്ള വണ്ടികൾ നമ്മുടെ ഷോറൂമിൽ വീണ്ടും കയറിയിട്ടുണ്ട്. അതേപോലെ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉപകാരപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടട്ടെ.